അഷ്കർ, ഒരു വർഷം 1,78,000 പേരാണ് റോഡുകളിൽ ജീവൻ പൊലിയുന്നത്. നമ്മുടെ സംസ്ഥാനത്തും കുറവല്ല. ഈ അപകടം നടന്ന പനയംപാടത്ത് മാത്രം കഴിഞ്ഞ വർഷങ്ങളിലായി 55 അപകടങ്ങളിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് മന്ത്രി MP രാജേഷും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, കെ കൃഷ്ണൻകുട്ടി, മന്ത്രി MP രാജേഷ്, ജില്ലാ കളക്ടർ, MLA എല്ലാവരും ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രി MP രാജേഷ് ഇപ്പോൾ 4 കുഞ്ഞുങ്ങൾക്കുമുള്ള റീത്തുകൾ സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവരുടെ ബന്ധുക്കൾ ഓരോ കുഞ്ഞുങ്ങളുടെയും ചില്ലുപെട്ടിക്ക് മുന്നിലിരിക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ഹൃദയം തകരുന്ന കാഴ്ചയാണ്. ഒരു നാട് മുഴുവൻ ഉള്ളുരുകി മനമുലഞ്ഞ് കരൾ പിടഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞോമനകൾക്ക് യാത്ര നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മന്ത്രി MP രാജേഷ്, കോങ്ങാട് MLA ശാന്തകുമാരി എന്നിവരാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരു നാട് മുഴുവൻ തേങ്ങുകയും ഒരു നാട് മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്രാമൊഴി നൽകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. കുടുംബാംഗങ്ങൾ ചില്ലുപെട്ടിയുടെ തൊട്ടു പിന്നിലിരിക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. നമുക്കിപ്പം ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഇപ്പോൾ മന്ത്രിമാരെല്ലാവരും എത്തിച്ചേർന്നു. ഇനി മറ്റു മന്ത്രിമാർ ഇന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ജുമാ മസ്ജിദിലേക്ക് ഇവരുടെ ഭൗതിക ശരീരം ഖബറടക്കാനായി കൊണ്ടുപോകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. എങ്ങനെയാണോ അവർ മദ്രസയിൽ പോയത്, എങ്ങനെയാണോ LP സ്കൂളിലും UP സ്കൂളിലും പോയത്, ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയത്, അതുപോലെ ഖബറിലത്തിലേക്കും ഒരുമിച്ചാണ് അവരുടെ മടക്കമല്ലേ ഇക്ബാൽ? അരുൺ, ഇവിടെ ഈ പുതുവർഷം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് ഓരോ ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയിരുന്നു. കുറച്ച് സമയം മുമ്പാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഇവിടേക്ക് എത്തി കുടുംബാംഗങ്ങളോട് ഇപ്പോൾ സംസാരിക്കുകയും ചെയ്തത്. ഇപ്പോൾ 2 മന്ത്രിമാരും സർക്കാരിന് വേണ്ടി ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ച ബന്ധുക്കളോട് സംസാരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, അതുപോലെ തന്നെ കോങ്ങാട് MLA കെ ശാന്തകുമാരി, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരും പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിയിരുന്നു. ഒരു വശത്ത് ആ 4 പിഞ്ചോമനകളുടെ മൃതദേഹങ്ങൾ കിടക്കുന്നു. അതിന് തൊട്ടുപുറത്തായി അവരുടെ ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടി കരയുന്നു. അതിന് തൊട്ട് ഒരു വശത്താണെങ്കിൽ അവരുടെ സഹപാഠികളും അധ്യാപകരും ഇരുന്ന് അവരുടെ ഓർമ്മകൾ ആലോചിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന മറ്റൊരു ദൃശ്യമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഉമ്മമാർ, ആ നാട്ടിലെ ഉമ്മമാരും അതുപോലെ തന്നെ അവരുടെ അധ്യാപകരും സഹപാഠികളെല്ലാം ഒരു വശത്ത് ഇരുന്ന് പലരും കരഞ്ഞ് തളർന്ന് വീഴുന്ന കാഴ്ച വരെ കരിമ്പനക്കൽ ഹാളിൽ ഒരു വശത്ത് വെച്ച് കാണാൻ വേണ്ടി സാധിക്കുന്ന, ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലും കഴിയാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കരിമ്പനക്കൽ ഹാളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളായിരുന്നു ഈ 4 മക്കളും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരും സൂചിപ്പിച്ചതുപോലെ അവർ മദ്രസാ കാലഘട്ടം മുതൽ ഒരുമിച്ച് കൈപിടിച്ച് മദ്രസയിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നീട് LP സ്കൂളിലേക്കും UP സ്കൂളിലേക്കും പോയി കരിമ്പ ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഓരോ ദിവസവും ആദ്യം നിതയും ഇർഫാനിയും അതുപോലെ തന്നെ നിതയും റിതിയും എല്ലാം ഒരുമിച്ച് വന്ന് പിന്നീട് ആയിഷയുടെ വീട്ടിലേക്ക് എത്തി. ആയിഷയും കൂട്ടി അജിനെയും കൂട്ടി പിന്നെ അവിടെ അങ്ങോട്ട് കരിമ്പ സ്കൂളിലേക്ക് റോഡിൻ്റെ വശത്തു കൂടെ എല്ലാ ദിവസവും നടന്നു പോകുന്നു. ആ കാഴ്ച നാട്ടുകാർക്കെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ തിരിച്ചു അത്തരത്തിൽ മടങ്ങി വരുമ്പോഴാണ്, കൈകൾ പിടിച്ച് തിരിച്ച് മടങ്ങി വരുന്നതിനിടയിലാണ് ഇന്നലെ പെട്ടെന്ന് വന്ന ആ സിമെൻറ്റ് ലോറി ആ 4 പേരുടെയും ജീവൻ കവർന്നെടുക്കുന്നത്. അജിന് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ പൊന്നോമനെയാണെങ്കിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന, ഇന്നലെ വൈകിട്ട് വരെ കൂടെയുണ്ടായിരുന്ന ആ 4 സഹപാഠികളെ, സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട ആ വേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന കാഴ്ച പല തവണ കാണേണ്ടി വന്നു.